ചീരപ്പൂവുകൾ കൊമ്മ കൊടുക്കണ നീലക്കുരുവികളെ. ഇവൻ എന്റെ ഉമ്മയെ പോലെ തന്നെയാണ്. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അപ്പൊ ലൈക്ക് എക്സാക്ട്ലി ലൈക്ക് ഉമ്മ. അപ്പൊ ഭയങ്കര എല്ലാ കാര്യങ്ങളും എനിക്ക് ഇപ്പം ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഇത് ഉമ്മ തന്നെയാണോ എന്ന് തോന്നാറുണ്ട്. അപ്പൊ ചിലപ്പോ അതുകൊണ്ടാവാം ഇവര് രണ്ടുപേരും ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അമ്മ ഭയങ്കര അത് അഫക്റ്റഡ് ആയിട്ട് അവിടെ നിന്ന് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുമാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. സോ ലൈക്ക് ഐ വാണ്ടഡ് പീപ്പിൾ ടു നോ ദാറ്റ് നോ മൈ ദിസ് ഇസ് നോട്ട് അഫക്റ്റിംഗ് മൈ മദർ എന്നുള്ളത് എനിക്ക് ആൾക്കാരെ അറിയിക്കണം എന്നുണ്ടായിരുന്നു. അതല്ലേ ഇവര് രണ്ടുപേരും മ്യൂച്വലി ഡിവോഴ്സ് ആവാൻ എടുത്ത ഒരു തീരുമാനമാണ്. അയാൾ നിന്ന് കല്യാണം കഴിക്കുന്നതിൽ എന്തിനാണ് ഉമ്മ സങ്കടപ്പെടുന്നത്? നിയാസ് മരിക്കാന്ന് കേട്ടപ്പോ അവർക്ക് ഭയങ്കര കൗതുകം. അപ്പം അനാർക്കലി മരിക്കാറുണ്ട്. അപ്പൊ പുള്ളി ഇങ്ങനെ ഇത് മുടങ്ങി നല്ല രീതിയിൽ ഇങ്ങനെ നിന്നപ്പോ വാപ്പായിട്ട് വരും. ഇതല്ലാതെ ഒരു വ്യക്തിയും കൂടി ഉണ്ടല്ലോ. എന്റെ പാർട്ട്ണറാണ്. നമ്മൾ 5-6 years ആയിട്ട് റിലേഷൻഷിപ്പിലാണ്. എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങളിൽ ഇടപെടുന്ന 3 ആൾക്കാർ ഉമ്മയും ലക്ഷ്മിയും പിന്നെ പേര് ഞാൻ പറയുന്നില്ല. അവന് താല്പര്യമില്ല, അതുകൊണ്ട്. അപ്പം ഇതിനൊരു 5-6 വർഷത്തെ സിനിമയിൽ വന്നിട്ട് 8 വർഷം. അപ്പൊ ഇതിലൊരു 6 എൻ്റെ ഒരു ഭയങ്കര അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെ നിന്ന ഒരാളാണ് ഞാൻ. എന്റെ ക്യാരക്ടറിൽ ഭയങ്കര ഒരു ഷിഫ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ പണ്ടൊക്കെ ഹൗ എന്ന് പറഞ്ഞാൽ എന്റെ തോട്ട്സും ഐഡിയോളജീസ് ഒക്കെ ഒരേപോലെയാണ്, മാറ്റമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ എന്താ പറയാ, പണ്ട് ഞാൻ ഇന്റർവ്യൂസിൽ സംസാരിച്ചോണ്ടിരുന്നത് പോലെയല്ല ഞാനിപ്പോ സംസാരിക്കുന്നത്. ഞാൻ കുറച്ചുകൂടെ സീരിയസ് ആണ് എന്ന് തോന്നാറുണ്ട്. അല്ലെങ്കിൽ എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കണ്ട എന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് മോസ്റ്റ്ലി അവനാണ്. ഇപ്പൊ ഞാനൊരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട്, ഞാനിപ്പോ ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുള്ള ആൾക്കൂട്ട് ഞാൻ ഇങ്ങനെ അങ്ങനെ പറഞ്ഞ കുഴപ്പമുണ്ടോ? എനിക്കിനി വോയിസ് നോട്ട്സ് വന്നോടുക്കും. അയ്യോ അങ്ങനെയല്ല. പക്ഷെ ഞാനൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ മുമ്പ് തന്നെ I'll have a conversation with him. ക്ലാസ് അങ്ങനെയല്ല, അങ്ങനെ ഒരു എന്താ പറയാ, ഈ ഇന്റർവ്യൂവിന് മുമ്പ് ഒരു കോൺവെർസേഷൻ അങ്ങനെയല്ല. ഒരു മോസ്റ്റ്ലി ഇത് എവിടെ നിർത്തണം, ഒരു കാര്യം ഒരു സേഫ് ആയിട്ടൊരു കാര്യം എവിടെ പറഞ്ഞു നിർത്തണം എന്നുള്ളത് പലപ്പോഴും എനിക്ക് അറിയില്ലായിരുന്നു. ചോദിച്ചാലും സത്യമായിട്ട് ഇത് മൊത്തം അങ്ങ് തുറന്നു പറയാ എന്നുള്ളൊരു പരിപാടി നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് എവിടെ നിർത്തണം, അതിന് എവിടെയാണ് ഒരു ലിമിറ്റ് വേണ്ടത് എന്ന് കുറെയൊക്കെ എനിക്ക് കുറെയൊക്കെ മോൾഡ് ചെയ്തിട്ടുണ്ട് ആ കാര്യത്തില്. പിന്നെ ഉറപ്പായിട്ടും എൻ്റെ ഗ്രോത്തിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ആസ് ആൻ ആക്ടർ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതും അവൻ തന്നെയാണ്. ഇപ്പൊ ഒരു സ്ക്രിപ്റ്റിനെ പറ്റി ഒരു അഭിപ്രായം പറയാനാണെങ്കിലും അത് അവനൊരു ഡയറക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോ അങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ കുറെ ഇൻപുട്സ് തരാറുണ്ട്. പിന്നെ എനിക്ക് ഇവൻ എൻ്റെ ഉമ്മയെ പോലെ തന്നെയാണ്. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അപ്പൊ ലൈക്ക് എക്സാക്ട്ലി ലൈക്ക് ഉമ്മ. അപ്പൊ ഭയങ്കര എല്ലാ കാര്യങ്ങളും എനിക്ക് ഇപ്പം ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഇത് ഉമ്മ തന്നെയാണോ എന്ന് തോന്നാറുണ്ട്. അപ്പൊ ചിലപ്പോ അതുകൊണ്ടാവാം ഇവര് രണ്ടുപേരും ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇപ്പത്തെ എന്റെ ഒരു ഗ്രോത്തിന്റെ കാരണം ആരാന്ന് ചോദിച്ചാൽ മിസ്റ്റർ എക്സ് ആണ്. എക്സ് ആണെന്ന് പറയേണ്ടി വരും. കാര്യം അത്രയും എന്നെ സഹിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. സഹിച്ചിട്ടും കൂടെ നിന്നിട്ടും എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും ഏറ്റവും മോശം സിറ്റുവേഷനിലും ഒക്കെ എൻ്റെ കൂടെ നിന്നിട്ടുള്ളത് പുള്ളിയാണ്. അപ്പൊ
ഞാൻ ഏതോ ഇന്റർവ്യൂല് കണ്ടിട്ടുണ്ട്, ലാലി ചേച്ചിക്ക് ഇഷ്ടമില്ലാത്ത ഒരു പയ്യൻ കാരണം, ഇഷ്ടമില്ലാത്ത ഒരു പയ്യൻ ഉണ്ടായിരുന്നു, അത് കാരണം ബ്രേക്കപ്പ് വരെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവര് തമ്മിൽ മീറ്റിംഗില് ഫസ്റ്റ് ടിക്ക് തന്നെയായിരുന്നു. നമ്മള് ഫ്രണ്ട്സ് ആയിരുന്ന സമയത്ത്, ആ സമയത്ത് എനിക്ക് വേറൊരു ബോയ് ഫ്രണ്ട് ആയിരുന്നുണ്ടായിരുന്നു. അപ്പൊ അവനെ ഫ്രണ്ട്സ് ഒരു കുളത്തിലാന്ന് പറയാം. അങ്ങനെ ഞങ്ങള് മറ്റേ സെറ്റ് ആയി കഴിഞ്ഞപ്പോ ഞാന് സെറ്റായി എന്ന് പറഞ്ഞപ്പോ ഓണോ ഉമ്മയ്ക്ക് ഭയങ്കര സന്തോഷമൊക്കെ. അപ്പൊ അത് എന്താ പറയാ, ഉമ്മയ്ക്ക് ഇന്ന ആളെ ഇഷ്ടമാണ് എന്നുള്ളത് ഭയങ്കര എന്താ പറയാ ഒരു ഗ്രീൻ ഫ്ലാഗ് ആയിരുന്നു എനിക്ക്. എനിക്കത് ഭയങ്കര നിർബന്ധം. എന്താന്നറിയില്ല, ഇദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ സഡൻലി യു ആർ സ്വെറ്റ് ഓൺ യുവർ ഫേസ്. I don't want to respond. And you're blushing. 30-year-old relationship ആണ് ഉപ്പയും ഉമ്മയും തമ്മിൽ ബ്രേക്കപ്പ് ആയത്, ഡിവോഴ്സിനായിരുന്നു. അപ്പൊ ഒരു കുട്ടി എന്ന നിലയ്ക്ക് നമ്മുടെ എന്തായാലും ആ ഒരു റിലേഷൻഷിപ്പിന്റെ ബലം, അല്ലെങ്കിൽ ഒരു ലവ് ഫോർ എവർ എന്നുള്ള ഒരു കോൺസെപ്റ്റ്, അതെല്ലാം ബ്രേക്ക് ആവൂലേ സാധാരണ ഒരു ലെൻസിലൂടെ നോക്കിയാൽ? ഹൗ ഡിഡ് ദാറ്റ് ട്രാൻസ്ലേറ്റ് ഫോർ യു ഇൻ ടു ദിസ് റിലേഷൻഷിപ്പ്? എന്തെങ്കിലും രീതിയിൽ റിലേഷൻഷിപ്സിനോടുള്ള കാഴ്ചപ്പാടോ അല്ലെങ്കിൽ സ്വന്തം റിലേഷൻഷിപ്സിനോടുള്ള കാഴ്ചപ്പാടോ മാറിയോ? ഇല്ല, അങ്ങനെ എന്താ പറയാ, ഞാനിപ്പോ ഭയങ്കര പറഞ്ഞായിരുന്നു ഈ ഫോർ എവർ ലവിനോട് ഞാൻ വിശ്വസിക്കുന്നില്ല. ഫോർ എവർ ലവ് നമ്മൾ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അത്രയൊന്നുമില്ല. ഫോർ എവർ ലവ് എന്ന് പറയുന്നത് നടപടിയുള്ള കേസല്ല. ആദ്യത്തെ ഒരു 2-3 വർഷം കഴിയുമ്പോൾ ഇത് സ്നേഹത്തിൽ നിന്ന് മാറി ഒരു കമ്മിറ്റ്മെന്റ് ഫേസിലേക്കാണ് പോകുന്നത്. പിന്നെ നമുക്ക് ഇത്രയും നാളും ഉണ്ടായിരുന്ന ഒരാള് വിട്ടു പോകുമ്പോൾ ഉള്ളൊരു സങ്കടം. പിന്നെ സ്നേഹമല്ല, സ്നേഹം മാറി ഈ ഒരു കമ്മിറ്റ്മെന്റ് ഫേസ് ആണ് നിൽക്കുന്നത്. നമുക്ക് ഇപ്പോഴും കുറെ നാള് കയ്യിലുണ്ടായിരുന്ന നമുക്ക് അതിനോടൊരു ഒബ്സെഷൻ വരുമല്ലോ. അതിനെ ഇങ്ങനെ ഹാബിറ്റ് പോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇയാളെ കാണുന്നു, ഇയാളോട് കാര്യങ്ങൾ സംസാരിക്കുന്നു, പെട്ടെന്ന് ഈ പോകുമ്പോ വരുന്ന ഒരു എംപ്റ്റിനെസ് ഉണ്ടല്ലോ, അതാണ് എന്ന് തോന്നുന്നു. ഇവരുടെ ഡിവോഴ്സ് അങ്ങനെ അതിപ്പം അവര് മാനസികമായിട്ട് സെറ്റ് ആവാത്തത് കൊണ്ട് ഉണ്ടായ ഒരു ഡിവോഴ്സ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷെ 30 വർഷം എങ്ങനെ പറയാൻ പറ്റും? പക്ഷെ അതില് കുറെ എന്താ പറയാ 2 കുട്ടികളുണ്ട്. അങ്ങനെ അത് ഞാൻ പറഞ്ഞ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആ കമ്മിറ്റ്മെന്റിൽ എന്താ 30 വർഷം ഇപ്പോഴത്തെ പല കുടുംബങ്ങൾ എനിക്കൊന്നും ഇപ്പൊ ഒരു ന്യൂ ഏജ് കല്യാണങ്ങളിൽ അത്രയും ഉണ്ടാവില്ല. റെസ്പെക്റ്റീവ് ഓഫ് കുട്ടികൾ വേണ്ടാന്നുണ്ടെങ്കിൽ ആൾക്കാർ വിട്ടിട്ട് പോകുന്ന. പക്ഷെ അന്ന് അങ്ങനെയല്ല. ഇത് അങ്ങനെ ഡിവോഴ്സ് എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഈ പറയുന്ന നമ്മൾ പലരും പറയുന്നുണ്ട്, മാരേജസ് വേർ ഫാമിലീസ് ആക്ച്വലി മാരി, ഇറ്റ്സ് നോട്ട് അബൌട്ട് 2 people. ഫാമിലീസ് ആണ് ഇത്. ഇപ്പൊ 2 പേരും ഡിവോഴ്സ് ആവണമെങ്കിൽ ഫാമിലി മൊത്തം അഫക്ട് ചെയ്യുന്നുണ്ട്. അവർ മൊത്തം ചിന്തിക്കേണ്ട വരുന്നുണ്ട്, എല്ലാരും ഇടപെടേണ്ട വരുന്നുണ്ട്. ഇപ്പോഴത്തെ കാലം എനിക്ക് അങ്ങനെ ഒരു ഇപ്പോഴത്തെ കല്യാണങ്ങളിൽ ഇപ്പൊ നമ്മുടെ എന്റെ ഒരു ജനറേഷനിലുള്ള കല്യാണങ്ങളിൽ അങ്ങനെയില്ല. ആൾക്ക് വേണമെങ്കിൽ ഡിവോഴ്സ് ആകാം, ഒരു ഫാമിലി എഫക്ട് ചെയ്യാതെ തന്നെ ഡിവോഴ്സ് ചെയ്യാൻ. കാര്യം ഇവർ 2 പേരും സ്റ്റാൻഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ആവാനുള്ള ഒരു ഫ്രീഡം ഇപ്പൊ ഉണ്ട്. അന്നത്തെ കാലത്ത് അതല്ല. അങ്ങനെ എളുപ്പം 2 പിള്ളേരെയും വെച്ചുകൊണ്ട് ഈ ഒരു ബന്ധം വേണ്ട എന്ന് വെക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് മൊത്തത്തിൽ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള സ്ത്രീ കൂടെയാണ്. ഹൗസ് വൈഫായിട്ട് നിൽക്കുന്ന, മൊത്തം ഹസ്ബൻഡിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സ്ത്രീ കൂടെയാണ്. അതിനെ നമുക്ക് അത്രയും എളുപ്പമായിട്ട് 30 വർഷം പോയില്ലേ, 30 വർഷം കഴിഞ്ഞിട്ടാണ് സംഭവിക്കുന്നു എന്നുള്ളതിൽ വലിയ കാര്യം ഇല്ല. പക്ഷെ ആ ഒരു ലൈഫ് പോവാനുള്ള ഒരു മനസ്സ്, കാരണം നിങ്ങള് 2 പേരും, ലക്ഷ്മി അതെയാണോ അതെ, നിങ്ങൾ 2 പേരും ഉപ്പയുടെ കല്യാണത്തിന് പോയിരുന്നു, ഉപ്പയെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഞാൻ അതിനുശേഷം ലൈവിൽ പറയുകയും ചെയ്തു, ഉപ്പയുടെ സന്തോഷമാണ് നമുക്ക് പ്രധാനം.
അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് വാസ് എ സ്റ്റേറ്റ്മെന്റ് ഔട്ട്. പക്ഷെ ആ ലൈഫ് പോകാനുള്ള കാരണം എന്തായിരുന്നു? അതിങ്ങനത്തെ കമന്റ്സ് വരുന്നതുകൊണ്ടാണോ? അതിലേക്ക് എത്താൻ എളുപ്പമല്ല. നമ്മളൊരു പബ്ലിക്കിനെ ഫേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കാര്യം പറയാൻ അത്ര എളുപ്പമല്ല. ഡിഡ് യു ആക്ച്വലി ഗിവ് ഇറ്റ് എ തോട്ട്? ബേസിക്കലി അന്ന് അതുപോലെ ഞാൻ കുറച്ച് സ്റ്റോറീസ് ഒക്കെ ആദ്യം ഇട്ട് നമ്മുടെ കല്യാണത്തിനൊക്കെ വെച്ചിട്ട്, അപ്പം കുടുംബക്കാരൊക്കെ ഭയങ്കര എന്തായി സംഭവിക്കുന്നത്, അവരെല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. ഉമ്മയുടെ സൈഡിലുള്ളവരൊക്കെ ഭയങ്കര അവർക്കത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ഇറ്റ്സ് ഓക്കെ, അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇവരെല്ലാരും കുറച്ച് ഭയങ്കര ഇതിനെ മോശമായിട്ട് കണ്ടു. അങ്ങനെ പറ്റുന്നു, വാപ്പയുടെ കല്യാണത്തിന് സ്റ്റോറി ഇടുന്നു, അപ്പൊ അവർക്കത് തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയായിരുന്നു ഞാൻ അങ്ങനെ ഒരു ലൈവില് ഉണ്ടായത്. അപ്പം എവ്രി വൺ വാസ് വണ്ടറിങ് ദാറ്റ് മൈ മദർ വാസ് റിയലി ഡിപ്രസ്ഡ് അബൌട്ട് ദിസ്. കാര്യം ഞങ്ങൾ കല്യാണത്തിന് പോയിട്ട് ഉമ്മ അവിടെ നിന്ന് മറ്റേ കരയുക എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. എന്റെ അമ്മ ഭയങ്കര അത് അഫക്റ്റഡ് ആയിട്ട് അവിടെ നിന്ന് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുമാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. സോ ലൈക്ക് ഐ വാണ്ടഡ് പീപ്പിൾ ടു നോ ദാറ്റ് no, this is not affecting my mother എന്നുള്ളത് എനിക്ക് ആൾക്കാരെ അറിയിക്കണം എന്നുണ്ടായിരുന്നു. അതല്ലേ ഇവർ രണ്ടുപേരും മ്യൂച്വലി ഡിവോഴ്സ് ആവാൻ എടുത്ത ഒരു തീരുമാനമാണ്. അയാൾ വീണ്ടും കല്യാണം കഴിക്കുന്നതിൽ എന്തിനാണ് ഉമ്മ സങ്കടപ്പെടുന്നത്? കാര്യം ഉമ്മ വേണ്ട വെച്ചിട്ട് തന്നെയാണല്ലോ ഇത്. അപ്പൊ മറ്റേ ആള് മുമ്പിലേക്ക് അതിന് ലൈഫ് മുമ്പിലോട്ട് പോകാൻ വേണ്ടി മറ്റൊരു കല്യാണം കഴിക്കുന്നു. പുള്ളിക്ക് ഇല്ല, പുള്ളിക്കട്ടിക്ക് പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റൊരു കല്യാണം കഴിച്ച് മുമ്പിലോട്ട് പോകുന്നു എന്നുള്ളതിന് സന്തോഷിക്കുക തന്നെയാണ് വേണ്ടത്. അതാലോചിച്ച് സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല. കാര്യം ഇത് മ്യൂച്വൽ ഡിവോഴ്സ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഐ വാണ്ടഡ് പീപ്പിൾ ടു നോ ദാറ്റ് ദിസ് ഇസ് നോട്ട് എ ബിഗ് ഡീൽ. കാര്യം പാപ്പാടെ ലൈഫില് ഒരു വലിയൊരു സംഭവം നടക്കുന്നത്. അപ്പം ഞാനോ എന്റെ സിസ്റ്ററോ കല്യാണം കഴിക്കുന്നത് പോലെ തന്നെയാണ് അപ്പൊ കല്യാണം കഴിക്കുന്നത്. കാര്യം ഒരു വലിയ സംഭവം. ഇനി പിന്നെ ഒരു പുതിയ ലൈഫ്, ഒരാളുടെ ഇനി ഒരു പുതിയൊരു ലൈഫ് തുടങ്ങുന്നതിന്റെ ഒരു ഭാഗമായിട്ടല്ലേ നോക്കുന്നത്. അപ്പൊ അതിനെ വിറ്റ്നസ് ചെയ്യാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും നമ്മള് പോയില്ലെങ്കിലല്ലേ അത് പ്രശ്നം. ഇതിപ്പോ മറ്റേ ബാക്കി എല്ലാവരും വിചാരിക്കുന്നത് പോകാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. ഞാനിപ്പോ ചിന്തിക്കുന്നത് ഇതെന്താ ആൾക്കാർ തിരിച്ചു ചിന്തിക്കാതെ, പോയില്ലെങ്കിലല്ലേ പ്രശ്നം. പാപ്പയ്ക്ക് കൂടെ പോകാൻ വേറെ ആരാ ഉള്ളത്? പാപ്പയുടെ അച്ഛനും അമ്മയുണ്ടോ? ഇല്ല. അപ്പൊ മക്കളല്ലേ പോകേണ്ടത്. ഇപ്പൊ പാപ്പയുടെ ബ്രദേഴ്സ് ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, ഇവരെയൊക്കെ കാണും. ഇതിനെ അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത് മക്കളുടെ കടമയാണ്. പുള്ളി ഇനി ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നുള്ളത്. നിങ്ങളെ കണ്ടപ്പോ പുള്ളിക്ക് അതിശയം തോന്നിയോ? ഇല്ല, അത് ആദ്യം മുതലേ ഇങ്ങനെ എന്താ ഇതുപോലെ ഒരു കല്യാണം കഴിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ എക്സൈറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം എനിക്ക് ആദ്യം ഒരു തമാശ. അപ്പൊ ആദ്യം ഇതുപോലെ നമ്മൾ അറിയുന്നില്ല കല്യാണം കഴിക്കുന്ന കാര്യം, കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം അപ്പൊ പറഞ്ഞിട്ടില്ല. അപ്പൊ അവസാനം ഇത് സെറ്റ് ആയി. എന്നിട്ട് അപ്പൊ ഞാൻ വരും കല്യാണം, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് അപ്പൊ നീ വരണ്ട, നീലു വന്നോട്ടെ, ലക്ഷ്മി വന്നോട്ടെ, ഞാൻ വരണം. സോ അപ്പാരന്റ്ലി അപ്പയ്ക്ക് 2-3 കല്യാണം മുടങ്ങിപ്പോയി. ഞാൻ കാരണം ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സെക്സി പിക്ചേഴ്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ആളാണല്ലോ, കുറച്ച് ഓപ്പണായിട്ട് സംസാരിക്കുന്ന സെക്സി ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്യും. അപ്പൊ വാപ്പ 2-3 കല്യാണം മുടങ്ങിപ്പോയി. നല്ല നല്ല കുടുംബങ്ങളിൽ നിന്നൊക്കെയുള്ള റിച്ച് കുടുംബങ്ങളിൽ നിന്നുള്ള കല്യാണം ഒക്കെ മുടങ്ങിപ്പോയി. നല്ല നല്ല ആലോചനകളൊക്കെ മുടങ്ങിപ്പോയി. അപ്പൊ ഇവരോട് അപ്പൊ ഞാൻ അപ്പൊ ഇവരൊരു മോളുള്ള കാര്യമേ പറഞ്ഞിട്ടില്ലേ. അപ്പൊ അത് പറയാതെ പറയാതെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അപ്പൊ അങ്ങനെ. അപ്പൊ മക്കളെ എന്റെയും ചേച്ചിയുടെ കാര്യം അങ്ങനെ അങ്ങ് എടുത്ത് പറഞ്ഞില്ല. പക്ഷെ ഈ കല്യാണത്തിന് നമ്മള് മറ്റേ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കണം. നിയാസ് മരിക്കാതെ കേട്ടപ്പോ അവർക്ക് ഭയങ്കര കൗതുകം. അനാർക്കലി മരിക്കാറുണ്ട്. അപ്പൊ പുള്ളി ഇങ്ങനെ മുടങ്ങി നല്ല രീതിയിൽ ഇങ്ങനെ നിന്നപ്പോ
വാപ്പായിട്ട് വരും. പക്ഷെ ഇവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. അയ്യോ അനാർക്കലിയുടെ വാപ്പയാണോ, കല്യാണത്തിന് വരത്തില്ലേ, അനാർക്കലി കല്യാണത്തിന് വരത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പഴും വാപ്പ നൈസായിട്ട് അതെ നീ കല്യാണത്തിന് വന്നോ, എല്ലാരും നിന്നെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫിലിമിന്റെ സംഭവം തന്നെയാണല്ലോ ശരിക്കും. ഒരു കഥ ഉണ്ടാക്കാം, അത്രയും സ്വീറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പൊ അന്ന് ഇപ്പോഴും കൊച്ചുമാന്നാ ഞാൻ വിളിക്കുന്നത്. കൊച്ചുമാടെ വീട്ടിൽ പോകുമ്പോ ഇവർക്ക് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര എക്സൈറ്റ്മെന്റും ഇവർ കണ്ടുവരുന്ന ഭയങ്കര സ്നേഹം. കാണുമ്പോഴൊക്കെ ഭയങ്കര സ്നേഹവും ഭയങ്കര സൽക്കരണം ഒക്കെ. കല്യാണം മുടങ്ങി. മക്കള് കാരണം കല്യാണം മുടങ്ങും. കൊറേ രണ്ടു കല്യാണം മുടങ്ങി. എനിവേസ് നമുക്കിനി ഒരു ഗെയിമിലേക്ക് കിടക്കാം. ഗെയിമുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ചിന്ന ഗെയിം, വെനസാസ് കാർഡ് ഗെയിം ആണ്. എന്റെ ഫ്രണ്ട് വെനസ് എവിടെയെങ്കിലും ഒരു കാർഡ് എടുക്കുക, അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിക്കുക. സോറി നോട്ട് സോറി. ഞാൻ സോറി അല്ല, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, പക്ഷെ ഐ ആം നോട്ട് സോറി അബൌട്ട് ഇറ്റ്. ഞാൻ എനിക്ക് പലരോട് ഞാൻ ഇതുവരെ ഭയങ്കര ഓപ്പൺ ആയിട്ട് ഓണസ്റ്റ് ആയിട്ട് ഞാൻ എന്നെ പറ്റി ഇങ്ങനെ വിചാരിച്ചു. ഞാൻ റീസെന്റ് തന്നെ ഫ്രണ്ടിനോട് ഞാൻ അവിടെ ഒരു രീതിയിൽ സംശയിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എന്നെ ഇങ്ങനെ സംശയിച്ചായിരുന്നു. പുള്ളിക്കാരിക്ക് ഒരു സങ്കടമായി. അപ്പൊ ഞാനിങ്ങനെ അല്ല സോറി, പക്ഷെ ഞാനങ്ങനെ ചിന്തിച്ചു പോയി. അല്ലെ സോറി വിഷമം കൊണ്ട് ഞാനങ്ങനെ ചിന്തിച്ചാലും, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഞാനങ്ങനെ ചിന്തിക്കാറുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ എന്നുവെച്ചാൽ ഫോർ മീ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ കാര്യത്തില് ഞാൻ അവരെ പറ്റി എന്താണ് ചിന്തിക്കുന്നത്, ലൈക്ക് ഐ വാണ്ട് ദം ടു നോ ദാറ്റ് ഐ ആം തിങ്കിങ് ലൈക്ക് ദിസ് because they're important. Because they're important. സാധാരണ ആൾക്കാരോടൊന്നും ഞങ്ങൾ പറയത്തില്ല. ഐ മേക്ക് ഷുവർ ദാറ്റ് യു നോ ഐ ടെൽ മൈ ഫീലിങ്സ്. എനിക്കിങ്ങനെ നിന്നെ പറ്റി ഇങ്ങനെ സംശയം ഉണ്ടായി എന്ന് ഞാൻ തുറന്ന് പറയും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പണ്ട് ഐ ജസ്റ്റ് കെയിം ടു ദിസ് തോട്ട് റാൻഡംലി, ഐ വെരി ചൂസി അബൌട്ട് പീപ്പിൾ യു ഇന്ററാക്ട് വിത്ത്. നമ്മൾ എല്ലാവരുമായിട്ട് ഇടപെടില്ല, വളരെ ആലോചിച്ചും കണ്ടും സെലക്ട് ചെയ്തായിരിക്കും ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുക. അങ്ങനത്തെ ഒരു വ്യക്തിയാണോ? ഇല്ല, അങ്ങനത്തെ വ്യക്തിയല്ല ഞാൻ. എല്ലാവരും ഇങ്ങനെ ഫ്രണ്ട്ലി ആകും, പക്ഷെ ഈ പറയുന്ന എന്താ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ചില തുറന്നു പറച്ചിലുകളിൽ ആരോടൊക്കെ തുറന്നു പറയണം എന്നുള്ള ഞാൻ കുറച്ച് ഓവർ ഷെയർ ചെയ്യുന്ന ആളാണ്. പക്ഷെ എന്താ പറയാ, അതായത് ഇങ്ങനത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എങ്ങനെ ചിലരെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതിൽ ഞാൻ വളരെ ചൂസ് ചെയ്യണം. പക്ഷെ ഇത് ഈ പറയുന്ന പോലെ എല്ലാവരും പോലെ ഓവർ ഷെയർ ചെയ്ത് എന്തിനാ ഞാൻ ഇയാളോട് ഇതൊക്കെ പറഞ്ഞു എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം ഇതുപോലെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായത് കൊണ്ട് തന്നെ ആവാം. പക്ഷെ കുറെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ഞാൻ ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണമെങ്കിൽ അത് കയ്യിലെണ്ണാവുന്ന അത്രയും ആൾക്കാരേ ഉള്ളൂ. എല്ലാവരും ഞാൻ ഫ്രണ്ട്സിന് ഭയങ്കര ഉപകാരങ്ങൾ ചെയ്യുന്നതാണ്. എൻ്റെ ലൈഫിൽ ഇവരത്രയും ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് മാനസികമായും എന്താ പറയാ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടും എൻ്റെ കൂടെ ഭയങ്കരമായിട്ട് നിർത്തുന്ന ഒരാളാണ്. കാരണം അവരെ അത്രയും വാല്യൂ ചെയ്യുന്നുണ്ട്. അപ്പം അവരെ ഞാൻ എൻ്റെ ഫാമിലി പോലെ തന്നെ കൺസിഡർ ചെയ്യും. എൻ്റെ ഫാമിലിക്ക് സ്പെൻഡ് ചെയ്യുന്നത് പോലെ ഞാൻ എൻ്റെ സമയവും കാശും എഫേർട്ടും ഒക്കെ ഞാൻ ഇവർക്കും അങ്ങനെ തന്നെ സ്പെൻഡ് ചെയ്യും. അതിന് എലിജിബിൾ ആവണമെങ്കിൽ ഒരു ക്രൈറ്റീരിയ. ഈ സിറ്റുവേഷൻഷിപ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ ന്യൂ ഏജ് ഡേറ്റിംഗ് ക്രൈറ്റീരിയസിനെ കുറിച്ചും അല്ലെങ്കിൽ സ്റ്റൈലിനെ കുറിച്ചും ഞാൻ ചോദിക്കും. ഒരു പിടിയില്ലെന്ന് വെച്ചാൽ എന്താ സിറ്റുവേഷൻഷിപ്പ് ഞങ്ങളിപ്പോ സിറ്റുവേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ഇതൊക്കെ കേൾക്കാറുണ്ടല്ലേ? ഞാൻ ഇങ്ങനെ വളരെ റീസെന്റ് ആയിട്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു പ്രായമുള്ള ഒരു ചെറുക്കൻ, എൻ്റെ ഒരു 22-23 വയസ്സുള്ള ഒരു പെങ്കൊച്ചിനെ ഇഷ്ടമാണ്. അപ്പൊ ഈ കൊച്ചിനോട് ഇഷ്ടമെന്ന് പറയണം. ഇവൻ നേരെ കയറി ഐ ലവ് യു എന്ന് പറഞ്ഞു. ഇവളാകെ ഞെട്ടി. 23 വയസ്സിൻ്റെ ഉള്ളൂ. എന്നിട്ട് ബ്രോ ദിസ് ഗൈ ടോൾഡ് മീ ഐ ലവ് യു, നോട്ട് ഈവൻ ഐ ലൈക്ക് യു. അതായത് അപ്പം നമ്മള് അങ്ങനെയല്ല, അത് നമ്മുടെ
നമ്മുടെ കാലത്ത് നമുക്ക് ഒരാളോട് ഇഷ്ടം പറയുന്നത് എങ്ങനെയാ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടല്ലേ. സോ അത് നമ്മൾ പണ്ടത്തെ സീരീസിലൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ അതൊക്കെ കാണുമ്പോൾ ഐ ലവ് യു എന്ന് പറയുന്ന ഒരു മോമെന്റ് എന്ന് അതൊരു starting point ആണ്. അടുത്ത സ്റ്റെപ്പാ. എന്ന് വെച്ചാൽ അതുവരെ ദേ ഡേറ്റിംഗ്, ദേ ലൈക്ക് ഈച്ച് അതർ, ദേ ഡേറ്റിംഗ്. സോ ഐ ലവ് യു അങ്ങനെ എളുപ്പം ആൾക്കാർ പറയത്തില്ല. ഐ ലവ് യു എന്ന് പറഞ്ഞാൽ അതൊരു മോമെന്റ് ആണ്, അത് അവരുടെ റിലേഷന്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കുന്നു എന്നർത്ഥം. ഇത് ഞാൻ അതിനേക്കാളും പഴയ ജനറേഷൻ ആണ്. അപ്പൊ നമ്മുടെ ജനറേഷൻ ഐ ലവ് യു ആണ് ഫസ്റ്റ്. ഐ ലവ് യു പറഞ്ഞാൽ അല്ല ഞങ്ങളുടെ ജനറേഷനിൽ അങ്ങനെ തന്നെ. നമ്മളെല്ലാരോടും ഐ ലവ് യു എന്നല്ലേ പറയുന്നത്, ഐ ലവ് യുടാ, ഐ ലവ് യു ടൂടാ എന്നല്ലേ പറയുന്നത്. അപ്പോ പക്ഷെ ഈ കുട്ടിക്ക് അത് ആക്സെപ്റ്റ് പോലും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതൊരു ഡേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് നമ്മൾ ആ വി വെന്റ് ഫോർ 2-3 ഡേറ്റ്സ് എന്നൊക്കെ അങ്ങനെയൊന്നുമില്ലല്ലോ. പണ്ട് നമ്മൾ തോന്നുമ്പോഴൊക്കെ കാണുമല്ലേ, നമുക്ക് സമയത്തെ കാണും, നമ്മ വീട്ടിൽ നിന്ന് മറ്റേ ഇറങ്ങിപ്പോ നൈസായിട്ട് കൂട്ടാൻ പറ്റുമെങ്കിൽ കാണും, അങ്ങനെയല്ലേ. ഇപ്പത്തെ കുട്ടികൾ എന്താ ചിന്തിക്കുന്നേ, ഇപ്പത്തെ കുട്ടികൾ പ്രായമായി സത്യം ഈ ജെൻസി കുട്ടികളോടൊക്കെ സംസാരിക്കുന്നു. ഇതെന്ത് ചില വീട്ടിലൊരാളുണ്ട് ഉണ്ടല്ലോ, അപ്പൊ ഭയങ്കരമായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എല്ലാം മേലെ കൂടെ പോകും. നമുക്ക് തീരെ എനിക്ക് ഒരു പിടിയില്ല ഇങ്ങനെ സിറ്റുവേഷൻഷിപ്സ്. അതൊന്നും നമുക്ക് ഒരാളെ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരാളെ നമ്മൾ വെറുതെ സൈഡിൽ ഇങ്ങനെ കൊണ്ട് നടക്കുക, എന്താ റിലേഷൻഷിപ്പ് അല്ല, പക്ഷെ കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ കൂടി വെച്ചിട്ട് മുമ്പിലോട്ട് അങ്ങനെയല്ലേ. അയ്യോ അങ്ങനെ അത് എന്താന്ന് പോലും എന്നിട്ട് പണ്ട് പഴയ ഫ്രണ്ട്ഷിപ്പ് ബെനിഫിറ്റ് സിനിമയെക്കാണ് നമ്മൾ ഇങ്ങനൊക്കെ സമ്മോട്ടൊക്കെ ഇതൊക്കെ ഓക്കെയാണ്, അതൊക്കെ തെറ്റല്ലേ അതൊക്കെ. അത് പക്ഷെ ഇപ്പൊ അതൊരു വൺ ഓഫ് ദ റിലേഷൻഷിപ്സ് തന്നെ. When did you cry it out? Are you a person who cries things out? എന്തെങ്കിലും വിഷമം, പ്രശ്നങ്ങൾ? എപ്പോഴും കരയുന്ന ചെറിയ കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് വിഷമം വരുന്ന ആളാ. ഇങ്ങനെ ട്രീറ്റഡ് ഡിഫറെന്റ് ഈ ഭയങ്കര വിഷമം വരും. ഭയങ്കര അതായത് ഞാനൊരു നായികയൊക്കെ ആവുന്നതിന് മുമ്പ് ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്തിരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു സെയിം ട്രീറ്റ്മെന്റ് ആയിരിക്കില്ലല്ലോ. നമ്മള് സൗകര്യങ്ങളൊക്കെ കുറവുണ്ടാവും, വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അപ്പോഴൊക്കെ കുറച്ച് ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. Is that to do with your childhood? School you were kind of separated, treated different. Isolation face ചെയ്താണല്ലോ ഒത്തിരി. ഈ സ്കൂളിലും ഈ ഒരു ട്രീറ്റ്മെന്റ് വ്യത്യാസം ഉണ്ടായിരുന്നില്ലേ. മറ്റു കുട്ടികളെ ടീച്ചേഴ്സ് അല്ല, കുട്ടികൾ തന്നെ നമ്മുടെ ഇടയിൽ ഒരു ഗ്രൂപ്പ്സ് ഉണ്ടാക്കി നമ്മൾ വേറെ നമ്മൾ കാണാൻ മൈൻഡ് ചെയ്തിരിക്കുക. അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട്. അത് തന്നെ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചൊരു ജേർണി എന്താന്ന് ചോദിച്ചപ്പോൾ എനിക്കത് പറയാനുള്ളത് ആ ഒരു ഫ്രം ബീങ് ട്രീറ്റഡ് ലെസ് പേഴ്സൺ നൗ ബീങ് ട്രീറ്റഡ് ആസ് സംതിങ് someone better, someone special. അത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് എടുത്താണ്. ഈ വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ആ ഒരു ജേർണി ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പം ചില സിനിമകളൊക്കെ അംഗീകരിക്കുമ്പോൾ അത്രയും അങ്ങനെ വിഷമിച്ചിട്ടുണ്ട്. നമ്മളൊരു ഈ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പരിപാടി ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പോൾ ഇപ്പൊ വളരെ കംഫർട്ടബിൾ ആയിട്ട് ക്യാരൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ നമ്മുടെ സെൻസ് ഓഫ് സെൽഫ് ഇല്ലേ, ഈ കുട്ടിക്കാലത്ത് ഐസൊലേഷൻ ഫേസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ ഒരു ഫാമിലി യൂണിറ്റിനകത്തുനിന്നാണല്ലോ എന്താ ഒരു പുറത്തു നോക്കുവാണെങ്കിൽ ഇറ്റ്സ് ഇൻ സിങ്ക് വിത്ത് ദ സൊസൈറ്റി. പക്ഷെ അകത്ത് അച്ഛനും അമ്മയും വളരെ വ്യത്യസ്തമായ ആൾക്കാർ, വളരെ ചിന്താഗതി ഡിഫറെന്റ് ആണ്. ഇതിൽ നിന്നൊക്കെ വിട്ടുമാറി നമ്മുടേതായ ഒരു സെൽഫ് ഉണ്ടല്ലോ, അത് ഡെവലപ്പ് ചെയ്യാൻ എത്ര ഡിഫിക്കൽട്ട് ആയിരുന്നു അവനോന്. കാരണം സ്കൂളിൽ ഓൾറെഡി യു ആർ ഫേസിങ് ഡിഫിക്കൽട്ടീസ്, വീട്ടിലൊരു വേറെ സെറ്റപ്പ്,
എല്ലാം കൂടി ആവുമ്പോൾ ആൻഡ് ഇൻഡസ്ട്രി, ഫിലിം ഇൻഡസ്ട്രി. അപ്പോൾ when did you really feel that okay, this is who I am and I'm very comfortable in my skin? എൻ്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കുറച്ച് പോസിറ്റീവാണ്. പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളെയും അപ്പോൾ ഒരു സങ്കടം ഉണ്ടായാലും ഈ പറയുന്ന പോലെ അത് കരഞ്ഞ് തീരുമ്പോൾ അത് തീരും. ഇപ്പം എന്നെ ഇല്ലായിട്ട് ട്രീറ്റ് ചെയ്ത ആൾക്കാർ, ഞാൻ പറയുന്ന ഇപ്പം സെറ്റുകളിലാണെങ്കിലും അപ്പൊ എനിക്കൊരു സങ്കടം ഉണ്ടായി, ഞാൻ കരഞ്ഞു നിർത്തി കഴിഞ്ഞാൽ എനിക്കത് ഓക്കെയാണ്. പിന്നെ ഞാൻ പഴയ പോലെ വീണ്ടും ഒരു സന്തോഷത്തിന് ബാധ്യത അതിലേക്ക് ഞാൻ പോകും. അത് ചെറുപ്പം മുതൽ അത് എങ്ങനെ എനിക്ക് എന്നോട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത്ര പോസിറ്റീവ് എടുക്കുന്നത് എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്. പക്ഷെ അത് എനിക്ക് അറിയത്തില്ല, അത് പേരന്റിങ്ങിന്റെ ഒക്കെ ആയിരിക്കും. ഞാൻ ഓക്കെയാണ് ഞാൻ ആ കാര്യത്തിൽ. ലാസ്റ്റ് കാർഡ്. നോ. എന്താ നോ? നോ അധികം പറയുന്ന ആളാണോ? ഇത് ചെയ്യില്ല. നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാ. പക്ഷെ ഞാനത് ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം അത് ഇല്ല, നോ പറയണത്. ഇപ്പം ഇയാൾ കഥ പറയാൻ വന്നത് ഞാൻ അപ്പൊ തന്നെ നോ പറയത്തില്ല. എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കാണത്തില്ല. അവര് വീട്ടിലൊക്കെ പോയി പിന്നെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് ഫോൺ വിളിച്ച് പറയും. ചിലപ്പോ അപ്പൊ തന്നെ പറഞ്ഞ നല്ലത്. പക്ഷെ എനിക്ക് ഈ നോ പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ഇരുന്നിരുന്ന് പറയണമല്ലോ ഇതേന്ന് പറഞ്ഞ് ഭയങ്കര കഷ്ടപ്പെട്ടൊക്കെ ആയിരിക്കും പറയാൻ. പക്ഷെ ഈ പറയുന്ന കുറെ നോ പറയാൻ പറ്റാത്ത കുറെ സാഹചര്യങ്ങളിൽ പെട്ട് തന്നെ പോയിട്ടുണ്ട്. പക്ഷെ പതുക്കെ ഞാനത് ആ ഒരു സ്വഭാവം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്. അത് പക്ഷെ അത് ഭയങ്കരമായിട്ട് എന്നെ ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തന്നെ നോ പറഞ്ഞാലുണ്ടാകും നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും. ആക്ച്വലി ഒരു പ്രശ്നമില്ല. നോ പറഞ്ഞാൽ ഇപ്പൊ ഈ നോ പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ആൾക്കാർ ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് അതിനെ പോർട്രേ ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അത് കേൾക്കുന്നവർക്കാണേലും ഒരു നോ കേൾക്കുന്നതിൽ ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ലാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. അത് സ്വീകരിക്കാൻ അതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണം എന്ന് പലർക്കും മനസ്സിലായി തുടങ്ങുന്നുണ്ടെന്ന് തോന്നാറുണ്ട് എനിക്ക്. പണ്ട് അങ്ങനെയല്ലായിരുന്നു ഫീൽ ചെയ്യുന്നത്. എന്നോട് നോ പറയും. ഒരു പാട്ട് ആസ് വി റാപ്പ് അപ്പ് ദ ഷോ. പഴയ പാട്ടുകൾ ഒത്തിരി കേട്ടിട്ടുണ്ടെന്ന് അറിയാം ആൻഡ് ഒത്തിരി ഇഷ്ടമാണെന്ന് അറിയാം. എനി സോങ് ഫ്രം യുവർ മെമ്മറി, ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ട് കുട്ടിക്കാലത്ത് പഠിച്ചൊരു ഉപ്പ പാടിപ്പിക്കുക. പാപ്പയാണ് എൻ്റെ ആള്. പഴയ രവീന്ദ്രൻ മാഷില്ലേ, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ, ആള് എൻ്റെ നെയ്ബറായിരുന്നു പണ്ട്. ഞങ്ങളൊരു അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്നു കരൂര്. എൻ്റെ നെയ്ബറായിരുന്നു. അപ്പോൾ അവിടെ ഒരു അമ്പലമുണ്ട്, നമ്മുടെ അമ്പലത്തിൽ പേരെ മറന്ന് ഫ്ലാറ്റിന് തൊട്ടടുത്തൊരു അമ്പലമുണ്ട്. പുള്ളി മരിച്ചതിന് ശേഷം ഇതുപോലെ പുള്ളി അതിലൊരു പരിപാടിക്ക് ഇതുപോലെ ഞാനും ചേച്ചിയൊക്കെ പോയി പാടുമായിരുന്നു. രവീന്ദ്രൻ മാഷിന്റെ പാട്ടുകൾ മാത്രമേ പാടാറുള്ളൂ. അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗമായിരുന്നു രവീന്ദ്രൻ മാഷ്. കാര്യം ഇതൊരു നെയ്ബർ ആയിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര സംഗീതം അത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ പുള്ളിയായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. നമ്മുടെ ഫാമിലി തന്നെ പുള്ളിയായിട്ട് ക്ലോസ് ആയിരുന്നു. പുള്ളി മരിച്ചപ്പോഴൊക്കെ ഭയങ്കര വിഷമം ഉണ്ടാക്കിയൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് പുള്ളിയുടെ ഒരു പാട്ട് പാടും. നീലക്കുരുവികളെ So thank you so much for coming and ഒരു ചിന്ന gift. This is from Tenga Coco brand which creates cutlery from നമ്മുടെ ചിരട്ട. Thank you.
കളേഴ്സ്